പ്രിയ കൂട്ടുകാരെ, നമ്മൾ അടിമാലിയിൽ നിന്നും മാങ്കുളത്തെത്തി. മാങ്കുളത്ത് നിന്നും ഒരു 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതാ ഈ പ്രദേശത്തെത്തിക്കുകയാണ്. ഇവിടം ചപ്പാത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഈ ചപ്പാത്തിൻ്റെ ഈ പരിസര പ്രദേശങ്ങൾ ഒന്ന് വിശദമായി കണ്ടാലോ? ഇതാണ് മാങ്കുളം പുഴ. ഇവിടെ ഇപ്പോൾ വെള്ളം നന്നേ കുറവായതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങുവാൻ സാധിക്കും. പക്ഷേ മഴക്കാലത്ത് ഇതിലെ അതിശക്തമായ ഒഴുക്കാണ്. ഒരു കാരണവശാലും നമുക്കിവിടെ ഇറങ്ങുവാൻ സാധിക്കില്ല. ഈ വെള്ളമാണ് ചെന്ന് പെരിയാറിൽ ചേരുകയും പെരിയാറിൽ നിന്ന് കുട്ടമ്പുഴ, പൂതത്താൻകെട്ട്, ആലുവ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ടച്ച് ചെയ്ത ശേഷം അവസാനം കടലിൽ ചേരുന്നു. അങ്ങകലെ വെള്ളപ്പൊട്ട് പോലെ കാണുന്നത് ഈ പുഴയുടെ മുകളറ്റമാണ്. അതിൻ്റെ അപ്പുറം കാണുന്ന മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ മലയും ആ മലയുടെ മറുഭാഗം, അതാണ് പെട്ടിമുടി ദുരന്തമുണ്ടായ പ്രദേശം. അടിമാലിയിൽ നിന്നും വരുന്ന വഴിയാണ് മുകളിലേക്ക് കാണുന്നത്. ഇത് 6 മൈൽ എന്ന ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. നമുക്ക് ഇതാ ഈ റോഡിലാണ് കൂടിയാണ് പോകേണ്ടത്. ഇവിടെ നിന്നും ഒരല്പ ദൂരം, ഒരു 3/4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ അതിരസകരമായ ഒരു സിറ്റി എവിടെയുണ്ട്. നമുക്കവിടെ നിന്ന് പോയി നോക്കിയാലോ? വളരെ പ്രശസ്തമായ ഒരു രാജ്യമാണ് കുവൈറ്റ്. കുവൈറ്റ് അങ്ങ് ഗൾഫ് നാടുകളിലാണ്. പക്ഷേ നമ്മുടെ മാങ്കുളത്തുണ്ടൊരു കുവൈറ്റ് സിറ്റി. അത് അത്ര പ്രശസ്തമല്ല എങ്കിലും ഇപ്പോഴും നല്ല പുതുമയുള്ള പേരായി നിലനിൽക്കുന്നു. ഇതാണ് കുവൈറ്റ് സിറ്റി. ഈ കുവൈറ്റ് സിറ്റിയിൽ നിന്നും നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഈ വഴി മറ്റൊരിടത്തേക്ക് പോകാനുള്ളതാണ്. അവിടെ നമുക്ക് പിന്നൊരിക്കൽ പോകാം. പ്രിയ കൂട്ടുകാരെ, മാങ്കുളം ആനക്കുളത്ത് ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കുന്ന ആ കുഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളം മൊത്തം തീരെ കുറവായതുകൊണ്ട് ഇവിടെ വരെ എനിക്ക് ഇറങ്ങി വരുവാൻ സാധിച്ചു. ഈ കുഴിയിൽ ആണ് ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കാൻ വരുന്നത്. ഈ കുഴിയിലെ അടിഭാഗത്ത് വെള്ളത്തിന് ഉപ്പുരസം ഉണ്ട് എന്നാണ് ഇവിടെയുള്ള ഒരു പൊതുവെയുള്ള ജനസംസാരം. എന്താണെങ്കിലും ഇവിടെ ഈ കുഴിയിൽ നിന്ന് മാത്രമാണ് കാട്ടാനകൾ സ്ഥിരമായി വന്ന് വെള്ളം കുടിക്കുക. ആനകൾ സാധാരണയായിട്ട് വരുന്നത് മുകൾ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് വരാറുണ്ട്, ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട്, ഇവിടെ നിന്നും വരാറുണ്ട്. പക്ഷേ ഈ വരുന്ന ആനകളെല്ലാം ഈ കുഴിയിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. ഈ കുഴിയുടെ അടിഭാഗത്ത് ഉപ്പുരസം ഉണ്ട് എന്നാണ് ഇവിടെയുള്ള പൊതുവെയുള്ള ഒരു ജനസംസാരം. ഇത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താണെങ്കിലും ഇപ്പോൾ വെള്ളം നന്നേ കുറഞ്ഞ സാഹചര്യത്തിലാണ് നമുക്ക് ഇതിൻ്റെ അകത്തിറങ്ങി ഈ ഒരു വീഡിയോ എടുക്കുവാൻ സാധിച്ചത്. ഇനി നമുക്ക് മറ്റൊരു വഴിക്കാണ് പോകാനുള്ളത്. അതായത് കോഴിയളക്കുടി എന്ന് പറയുമ്പോൾ അതൊരു സെറ്റിൽമെൻറ്റ് കോളനിയാണ്. ഇതാണ് ആനക്കുളം എന്ന ചെറിയ സിറ്റി. ഇവിടെ പ്രശസ്തമായത് തന്നെ ഈ കാട്ടാനകൾ സ്ഥിരമായി വരുന്നത് കൊണ്ട് മാത്രമാണ് ആനക്കുളം ഇത്രയേറെ പ്രശസ്തമായത്. നമുക്ക് കോഴിയളക്കുടി എന്നൊരു സെറ്റിൽമെൻറ്റ് കോളനിയുണ്ട്, അവിടേക്കാണ് പോകേണ്ടത്. ഇവിടങ്ങളിലെല്ലാം നാട്ടുകാരാണ് താമസിക്കുന്നത്. റബ്ബർ തോട്ടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും കവുങ്ങും എല്ലാം ധാരാളമായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഏറെ ദൂരം സഞ്ചരിക്കാറുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം.
അകലെ കാണുന്ന ആ കൂറ്റൻ മലയുടെ അടിവാരത്ത് കൂടി ആണ് നമുക്ക് കടന്നു പോകേണ്ടത്. പേടിപ്പെടുത്തുന്ന വലിയ പാറക്കൂട്ടങ്ങളും അവയ്ക്കിടയിലുള്ള ഗുഹകളും എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. കരടിയോ പുലിയോ എല്ലാം കയറി കിടക്കുവാൻ സാധ്യതയുള്ള ഒരു ഗുഹകളാണ് ഇവിടെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും പലയിടങ്ങളിലായി കാണുവാൻ സാധിക്കുക. കോഴിയളക്കുടിയിൽ 115 വയസ്സുള്ള ഒരു അമ്മച്ചി മരണപ്പെട്ടതായി ആനക്കുളത്ത് നിന്നും എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാഹനങ്ങൾ തിരികെ പോകുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ പ്രദേശത്ത് ഒരാൾ റബ്ബർ ടാപ്പിങ്ങിനായി രാവിലെ പുറപ്പെട്ടപ്പോൾ വഴിയിൽ വെച്ച് പുലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന വാക്കത്തി ഉപയോഗിച്ച് അദ്ദേഹം പുലിയെ വെട്ടിവീഴ്ത്തിയതും വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്ന കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വന്നു.
ഇവിടം മുതൽ കോഴിയളക്കുടിയുടെ തുടക്കമാണ്. തെളിഞ്ഞ പ്രദേശത്ത് ഞാൻ അല്പസമയം ബൈക്ക് നിർത്തി. ഇവിടെ നിന്നും പ്രകൃതി ഭംഗി അല്പനേരം ആസ്വദിച്ചു. ആദിവാസി ക്ഷേമത്തിൻ്റെ പേരിൽ കോടികൾ അടിച്ചു മാറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കെട്ടിയിരിക്കുന്ന വൈദ്യുതി വേലി നമുക്കൊന്ന് പരിശോധിക്കാം. വൈദ്യുതി വേലി ഇത്രമാത്രം ഉയരത്തിൽ നിൽക്കുന്നത് മൂലം കാട്ടാനകൾക്ക് ഒരു കാരണവശാലും കോളനിയിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഈ വേലിയുടെ അടിഭാഗത്ത് കൂടി കാട്ടുപോത്തും കരടിയും ചെന്നായും പുലിയുമെല്ലാം യഥേഷ്ടം കടന്നു വരുന്നു എന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ഇളക്കുടി അകത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇവരുടെ ജീവിതമൊക്കെ വളരെ കഷ്ടതയിലാണ്. ഇതുകൊണ്ട് ഇവിടെ ഈ ഇലക്ട്രിക് വേലിയെല്ലാം കെട്ടി ഇവർ സംരക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കാട്ടുപോത്തും പുലിയും കരടിയെല്ലാം കടന്നു വരുമെന്നാണ് ഇവർ പറയുന്നത്. ആനയ്ക്കൊന്നും വരുമോ അതില്ലേ? ഇപ്പോൾ തീർന്നതായതുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഇല്ല. ഇപ്പോൾ ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ അടുത്ത് ഇനി വെള്ളം കുടിക്കാൻ താഴെ ആനക്കുളം വരും. ആന ആന അവിടെ തന്നെ അധികമായിട്ട് പറഞ്ഞു. പിന്നെ ഏതെല്ലാം മൃഗങ്ങളാണ് പറഞ്ഞേ? പിന്നെ നമുക്ക് കാട്ടുപോത്ത് ഡെയിലി സ്ഥിരമായിട്ട് പറഞ്ഞു. കാട്ടുപോത്ത് സ്ഥിരമായിട്ട് വരും. പിന്നെ കരടി പുലിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കേ വരത്തുള്ളൂ. അയ്യോ. പിന്നെ ഇതാണെങ്കിലും നമുക്ക് കാട്ടുപോത്താണെങ്കിലും നമുക്ക് ഏത് സമയം പറഞ്ഞു. ഏത് സമയം വരും? ഈ വഴിക്ക് ഇറങ്ങിയിരിക്കും രാവിലെ. രാവിലെയൊക്കെ ഇതൊക്കെ എല്ലാം കറന്ന് വരുന്ന വണ്ടിയാണ്. ഏത് സമയം എന്ന് പറയാൻ പറ്റില്ല. വൈകുന്നേരമായാലും ഇതിൽ വരുമോ? ഇതിട്ട് മേലെ ഉള്ളിലോട്ട് പോയതാ. ഇന്നൊരു അടിയന്തരായിരുന്നു. ഒരു 115 വയസ്സുള്ളേ. ഏതാ 115 വയസ്സുള്ള ആൾ മരിച്ചാ? ഇന്നിവിടെ ഒരു മരണം നടന്നു. 115 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് മരിച്ചത്. അതിൻ്റെ ആവശ്യങ്ങൾക്കാണ്. ഇത് നമ്മുടെ കുടിയുള്ള വണ്ടിയാണോ അത്? ഒരു ആനക്കുളത്തിന് പോണെയാണോ? ഇല്ല, ഇത് ഇവിടെ സൂര്യനെല്ലി ഭാഗം. സൂര്യനെല്ലി? അപ്പം അതിൻ്റെ മറ്റേ മരണാവശ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ആദ്യം. അപ്പോൾ പേര് കണ്ണൻ. കണ്ണൻ. എന്നാ ചെയ്യുന്നത്? നമ്മൾ തോട്ടം പണി അല്ലേ? ഇവിടങ്ങളിലുള്ള ചെറുപ്പക്കാർ ഏലത്തോട്ടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും ജോലിക്ക് പോകുന്നു. എന്നാൽ മറ്റുള്ളവരാകട്ടെ വനവിഭവങ്ങൾ, തേനും മറ്റ് വനവിഭവങ്ങളും ശേഖരിച്ചാണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. എനിക്ക് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ഒരു കാര്യം, ആദിവാസികളാണെങ്കിലും ഇവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൽ നിന്നും നിങ്ങൾ ഒരു പടി പോലും പിന്നോട്ട് മാറുവാൻ പാടില്ല. പ്രിയ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.